സ്റ്റുഡിയോ ജീവിതം ശരിക്കും അത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല സത്യത്തിൽ. അപ്പം ചെറുതിലെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ മുഴുകുന്ന എന്നുവെച്ചാൽ അന്നത്തെയൊക്കെ സ്വപ്നങ്ങൾ വേറെയാണ്. ജോലി എന്നുള്ള സങ്കല്പങ്ങളൊന്നുമല്ല. ആം, കല, രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എന്നുവെച്ചാൽ ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും എപ്പോഴും രാഷ്ട്രീയം സംസാരിക്കുകയും ലോകത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ലോകത്തെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയും മാറ്റത്തിന് വേണ്ടി ആളുകൾ പണിയെടുക്കുകയും യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ആളുകളെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുകയും പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നാടകം കളിക്കുകയും ഈ നാടകത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയും ജീവിതത്തിൻ്റെ നാളെക്കുറിച്ച് യാതൊരു ആവലാതിയുമില്ലാത്തൊരു ജനത. നാളെ എന്തായിത്തീരുമെന്നോ നാളെ എന്ത് സംഭവിക്കുന്നൊന്നും അറിയാൻ വയ്യാത്തൊരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളെല്ലാം അത്തരം കാര്യങ്ങളിലായിരുന്നു. പൊളിറ്റിക്സ് എപ്പോഴും നിരന്തരം രാഷ്ട്രീയം സംസാരിക്കുക. അപ്പോൾ രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയം, ലോകത്തിൻ്റെ രാഷ്ട്രീയം, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി നാടകം കളിക്കുക, അതിൻ്റെ രാഷ്ട്രീയം പറയുക, അതിന് വേണ്ടിയിട്ട് പാട്ട് പാടുക, തെരുവ് നാടകം കളിക്കുക. അപ്പം നമുക്കുണ്ടായിരുന്ന കലാപ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സജീവമാവുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കലാകാരന്മാരെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മാറ്റത്തിനായി സിനിമകൾ എന്ന് പറയുന്ന കാര്യങ്ങളും സമാന്തര സിനിമകളുടെ മേഖലകളിൽ നമ്മൾ ഇടപെടുകയും പിന്നെ സിനിമകൾ പഠിക്കുകയും അത് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ അത്തരം ആളുകളോടൊപ്പം കൂട്ടുകൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫി കുറച്ച് അതിന് ബേസിക് പഠിക്കുക സ്റ്റുഡിയോയിൽ. അപ്പോൾ അവിടെ അതിൻ്റെ ആളുകളായിരുന്നു സിനിമാ പ്രവർത്തകരും സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളും പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ആളുകളും അവിടെ അത്തരം ആളുകളൊക്കെ സന്ധിക്കുന്നൊരു സ്ഥാപനത്തിലായിരുന്നു നമ്മൾ ഇത് ചെയ്തത്. അപ്പം നിരന്തരം വായനയും ചർച്ചയും പൊളിറ്റിക്സ് മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അതിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ സഞ്ചാരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നാളത്തെക്കുറിച്ച് യാതൊരു ആവലാതി ഉണ്ടായിരുന്നില്ല. ആളെ ഈ ജീവിതം എന്തായിത്തീരുന്നു, പണി ഒന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളോ സേവിങ്ങിനെ കുറിച്ചിട്ടോ സമ്പത്ത് സൂക്ഷിക്കണമെന്നെ കുറിച്ചിട്ടുള്ളോ അങ്ങനെ മാർക്കറ്റിംഗ് കാശിൻ്റെ അങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. കാലം മാറിയ ശേഷമാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെയും ഓരോ വാക്കുകൾക്കും ഓരോ എഴുത്തുകൾക്കും ഓരോ പാട്ടുകൾക്കും ഒക്കെ ഇതിന് വാല്യൂസ്, വില, മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുഴയും. കാരണം നമുക്ക് ഈ മനുഷ്യരോടും ഹൃദയബന്ധം, രാഷ്ട്രീയ ബന്ധം, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് മുമ്പേ ഒരുപാട് മനുഷ്യർ ആർക്കും അവർക്ക് വേണ്ടി അല്ലാതെ ലോകത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യർ. അപ്പോൾ ആ ഒരു കാലത്തും കൂടെ ജീവിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് പലപ്പോഴും സേവിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, സമ്പാദ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും ആ മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം.